അടിച്ചിട്ട് നോക്കിയേ. എന്തെന്നാണപ്പാ ഗൂഗിൾ പേ ഒന്നും ഇല്ലാണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയാം. ഇതാണ് റോഡ്. ഓഫ് റോഡ് വണ്ടിയുടെ റിസൾട്ട് നമുക്ക് ഇന്ന് അറിയാൻ പറ്റും. This route avoids road closures on National Highway 66 and on Kodakal, Kadungathukundu, Aringavore, Tirur Road. You are on the best route. You should reach your destination by 6:12 p.m. ഹലോ ഗൈസ്, നമ്മൾ ഒരു 6-7 മണിക്കൂറുള്ള ഒരു ഡ്രൈവിന് പോവാണ്. നമ്മൾ പോകാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഫ്രം ഷൊർണൂർ ബൈ റോഡിലാണ് പോകുന്നത്. നമ്മൾ ഓടിക്കുന്ന വണ്ടി നെക്സോൺ ആണ്, ടാറ്റയുടെ നെക്സോൺ ആണ്. അതിലാണ് പോകുന്നത്. സോ ഇതിന്റെ മൈലേജ്, കാര്യങ്ങൾ, ദൂരം, എത്ര സമയം ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, നമ്മളൊരു ബൈ റോഡ് 7 hours ആയിട്ടുള്ള ഒരു യാത്രയാണ് പോകുന്നത്. കാരണം ഇതിന് മുന്നേ പോയപ്പോൾ 7 hours എടുത്തിട്ടുണ്ട്. ഒരു 4 o'clock ഇറങ്ങിയിട്ട് ഒരു 11 o'clock ഒക്കെ നമ്മൾ അവിടെ എത്തിയിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ മാപ്പിൽ നോക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഷോ ഒരു 4 മണിക്കൂർ 40 മിനിറ്റും കൂടെ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത്. ഏതാണ്ട് ഒരു 158 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന വണ്ടി നെക്സോൺ ആണ്. നെക്സോണിൽ തന്നെ നമുക്ക് ഏകദേശം മൈലേജ് ഒരു 30 സംതിങ് കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനാകെ 8-10 ഈ ഹൈവേയിൽ എക്കോ മോഡിലൊക്കെ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു 15-16 കിട്ടുമായിരിക്കും. എന്നെ പറ്റിച്ചത് അത്രേ. എന്നാൽ പോലും നമ്മൾ കഴിഞ്ഞ തവണ പോയപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടി. മാപ്പ് കാണിച്ചെന്ന വഴിയിലൂടെ പോയപ്പോൾ കുറേ ഇടുങ്ങിയ വഴിയിലൂടെ ഒക്കെ പോയിട്ട് നല്ല ടാസ്ക് ആയിരുന്നു. നല്ല ടയർഡായിട്ടാണ് എത്തിയത്. പക്ഷേ ഇപ്പോഴും മാപ്പ് കാണിക്കുമ്പോൾ 4.5 മണിക്കൂറൊക്കെ യാത്ര ഉള്ളൂ എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ബൈ റോഡ് നമ്മൾ ഇത്തവണ എത്ര ദൂരം ഉണ്ടെന്നൊക്കെ നോക്കാൻ പോവാണ്. എത്ര സമയം കൊണ്ട് എത്തും നോക്കാൻ പോവാണ്. ഇതിപ്പോൾ സ്കൂൾ ടൈം അല്ല, സ്കൂൾ ടൈമിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഒരു 1 o'clock ഒക്കെയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ സമയം എത്രയായി? ഇപ്പോൾ സമയം ഓക്കെ 1:34 ആയിട്ടുണ്ട്. ഷൊർണൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ഭാരതപ്പുഴയുടെ തീരത്ത് ആ ഒരു ഭാരതപ്പുഴയുടെ മുകളിലുള്ള പാലൊക്കെ കിടന്നിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞോട്ടോ, ഇപ്പോൾ ഏകദേശം പട്ടാമ്പി ഭാഗത്തുള്ള റോഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളും വഴിയെ കാണാം. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ. അവനോട് മൈജിയിലെ ജോലി തരുന്നത്. അവൻ സ്ഥിരം ബുള്ളറ്റിൽ ഇവിടെ ഈ റൂട്ട് പോയായിരുന്നത്. എന്ത് ദുരന്ത റോഡായിരുന്നു. ഇപ്പോഴാണ് ഇവരുടെ അറിയുന്നത്. കുഴപ്പമില്ലല്ലേ, ബെറ്റർ ആയി വരുന്നുണ്ട്. അതിപ്പോ ടാർ ചെയ്തിട്ട് 1-2 ദിവസം ആകുമ്പോഴേക്കും അല്ലെങ്കിലും ബെറ്റർ ആയിരിക്കും. ഒരാഴ്ചക്ക് നോക്കണം, കൂടിപ്പോയി 2 ആഴ്ച നോക്കണം. എന്നിട്ടും പോയില്ലെങ്കിലാണ് കോൺട്രാക്ടർക്ക് അബദ്ധം പറ്റിയതാണ്. അല്ലല്ല, നമ്മുടെ അവിടെ ഒരു പട്ടാമ്പി ഒറ്റപ്പാലം പാലക്കാട് റൂട്ടുണ്ട്. കൊളപ്പുള്ളി സെന്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അതായത് ഈ റോഡിന്റെ മീൻസ് ഈ റോഡ് സ്ട്രൈറ്റ് വെച്ച് പിടിച്ചത് പാലക്കാടേക്ക് എത്താം. പാലക്കാട് സെന്ററാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ടാറിങ് ചെയ്തത് ഒരു വിദേശി എഞ്ചിനീയർ ആണ്. നമ്മുടെ നാട്ടിലെ ദുരവസ്ഥ കൊണ്ടും ബില്ല് പാസ്സാകാത്തത് കൊണ്ടും അയാൾ സൂസൈഡ് ചെയ്തു. ഇപ്പൊ അടുത്തൊരു ന്യൂസ് വന്നിരുന്നു. അറൌണ്ട് ഒരു 12-13 കൊല്ലം അയാൾ ചെയ്തിട്ട് ഇപ്പോഴും റോഡിൽ ജസ്റ്റ് പാച്ചുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് എന്ത് മനസ്സിലാക്കണം? പ്രോപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ടാറിങ്ങും എഞ്ചിനീയറിംഗ് കറക്റ്റ് ആണെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ കയ്യിട്ടുവാരലും അഴിമതിയും ഈ ഡെമോക്രസി പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ. ഏറ്റവും നല്ല റൂളിംഗ് മെത്തേഡ് ഡെമോക്രസി എന്നൊക്കെ പറയും. പക്ഷെ ഈ കയ്യിട്ടുവാരൽ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് അത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിപ്പോ എത്ര കാലം ഉണ്ടാവും പറയാൻ പറ്റില്ല, കണ്ടറിയാം. ആ റോഡിന് ഇപ്പോഴും പ്രശ്നമില്ല. ചെറിയ ചെറിയ പാച്ചുകളല്ലോ. അതായത് ഈ കാലങ്ങൾ കൊണ്ട് വരുന്ന നോർമൽ ക്രാക്കും പരിപാടി മാത്രമേ ഉള്ളൂ. അത് അറൌണ്ട് 10 ഇയറിലും കൂടുതലുണ്ടാവും. 10 ഇയറിൽ കൂടുതലുണ്ടാവും. ഇങ്ങനെ ഒരു 10-15 ഇടയിലുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ എഞ്ചിനീയറുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് വെക്കാൻ പറ്റും. അത് ആരാണ് എന്തായാലും ഫോറിനർ ആണ്. ഇന്ത്യൻ കമ്പനി അല്ല പ്രൊജക്ട് എടുത്തത്. പിന്നെ അതിനു വേണ്ടി വന്ന എഞ്ചിനീയറും വിദേശിയാണ്. പുള്ളി എന്നിട്ട് സിംഗപ്പൂർ ബേസ്ഡ് അങ്ങനെ എന്തോ ആണ്. ആള് നല്ല സൂസൈഡ് ചെയ്തു. നമ്മുടെ കേരള ഗവൺമെന്റ് മീൻസ് നമ്മുടെ ഗവൺമെന്റ് ബില്ല് പാസ്സാക്കി കൊടുക്കാത്ത കാരണം കൊണ്ട് പുള്ളി സൂസൈഡ് ചെയ്തു. നല്ല പണി കിട്ടിക്കാണ്. സത്യസന്ധമായി പണിയെടുത്തിട്ടേ ശരിക്കും കെ പി ഗണേഷ് കുമാറിനെ പോലുള്ള ആളുകളൊക്കെ വന്ന സ്ഥിതിക്ക് അവരൊക്കെ അത് ശരിക്കും ശ്രദ്ധിക്കണം. ഇപ്പൊ ഒരു വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ മൂന്നാറില് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഗ്ലാസ് ഹൗസ് സെറ്റപ്പിലൊക്കെ. അത് ഫെയിലിയർ ആയി, അതൊക്കെ പൊട്ടി പോലീസായി. ഇതിപ്പോ ഇന്നലെ മിനിയാന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കെ പി ഗണേഷ് കുമാർ. ഒരു ഫുൾ ഗ്ലാസ്സിൽ മൂന്നാറിന്റെ ഒരു വൈബും ഡബിൾ ഡെക്കറാണ്. അപ്പൊ നമുക്ക് മൂന്നാറിന്റെ വൈബും പരിപാടിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ്. അത് KSRTC ഡെവലപ്പ് ചെയ്തെന്നൊക്കെ പറയണത്. അവിടുത്തെ ആളുകളെ ടൂറിസം ഭയങ്കരമായിട്ട് ഇപ്പൊ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞ പല രാജ്യങ്ങളുടെയും റവന്യൂ തന്നെ ടൂറിസമാണ്.
നമ്മുടെ നാട്ടില് പ്രോപ്പറായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഞാൻ പറയട്ടെ വേറെ കേസ് പക്ഷെ ഇപ്പൊ ബെറ്റർ ആയി. ഇപ്പൊ കണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ടൂറിസം മിനിസ്റ്റർ ആണെങ്കിലും ഇവര് KSRTC യൂസ് ചെയ്യുന്ന രീതിക്കാണെങ്കിലും PWDനെ റിനോവേറ്റ് ചെയ്ത് അതിനെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതായാലും ഒരുപാട് കാര്യങ്ങൾ ഫെസ്റ്റ് ആയിട്ടും അതായിട്ടും ഇതായിട്ടും പല കാര്യങ്ങളുണ്ട്. പക്ഷെ എല്ലാം ഒരു ഷോർട്ട് ടേമിൽ ചെയ്തു തീർക്കുന്ന കാര്യങ്ങളായിട്ട്. ഈ ഗവൺമെന്റ് പ്രൊജക്ടുകൾക്കൊന്നും പരസ്യമില്ലാത്തതുകൊണ്ടും സാധാരണ ജനങ്ങൾക്ക് അധികം അറിയില്ല. ഇപ്പൊ യൂട്യൂബ് കുറച്ച് ആക്റ്റീവ് ആയതുകൊണ്ട് ആളുകൾ അറിയുന്നുണ്ട്. താൻ തന്നെ കുറെ വീഡിയോസുകൾ ചെയ്തിട്ടില്ലേ, ഇവരുടെ ഗസ്റ്റ് ഹൗസുകളും കാര്യങ്ങളും ട്രാവലും പാക്കേജും പറമ്പിക്കുളം വീഡിയോ ഒക്കെ ചെയ്യുന്നില്ലേ? പറമ്പിക്കുളമൊക്കെ അടിപൊളി സ്ഥലം കേട്ടോ. പക്ഷെ അവിടേക്ക് വരുന്നത് കൂടുതലും തമിഴ്നാട്ടിലെ ആളുകളാണ്. നമ്മൾ മലയാളികൾ വളരെ കുറച്ച് വരുന്നുള്ളൂ എന്നാ ചേട്ടനെന്ന് പറഞ്ഞ ചെലവിൻ്റെയൊക്കെ. പക്ഷെ അവിടെയും ഇതുപോലെ കുറെ നല്ല പക്ഷെ എന്താ വെച്ചാലേ അവിടെ എത്തിപ്പെടാൻ കുറച്ച് ടാസ്കാ. അത്രയ്ക്ക് നല്ല വട്ടയാത്രയോടുള്ളവരെ അങ്ങോട്ടൊക്കെ എത്തുള്ളൂ, അല്ലാത്തവരെ അധികം അങ്ങോട്ടൊന്നും എത്തൂല. ഇത്ര കഷ്ടപ്പെട്ട് പോയിട്ട് അവിടെ കുറെ പുഴയും വെള്ളമാണോ എന്ന് ചിന്തിക്കുന്നവർക്ക് അത് പോയിട്ട് കാര്യമില്ല. എത്ര കഷ്ടപ്പെട്ട് പോയാലും അത് കാണാം എന്ന് ചിന്തിക്കുന്നവർക്ക് അടിപൊളിയാ, അല്ലെങ്കിൽ പരിപാടി കൊളാവും. ഏകദേശം സെന്റർ ഇവിടുന്ന് റൈറ്റ് ആണ് തോന്നുന്നു കേട്ടോ. എന്തായാലും ബെറ്റർ ഒക്കെ ഉണ്ട്. ടാർ ചെയ്ത സ്ഥിതിക്ക് നന്നായി. എന്തായാലും നീ വീഡിയോ എടുത്തോണ്ടിരിക്കണേ. സ്ഥലത്തിന്റെ പേര് പട്ടാമ്പി അല്ല, മുതുതല റോഡോ? മുതുതല റോഡ്. പെട്ടെന്ന് മറ്റേ മുതലമട ഓർമ്മ വന്നേ. ഗൈസ്, നമ്മുടെ മൈക്ക് ഞാൻ ഓൾറെഡി അതിപ്പോ ഇവിടെ ഡ്രീം ക്യാച്ചറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ അത്ര വോയിസ് ഇല്ലായിരുന്നു. സോ ഞാനതെടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഇത് ഓക്കെ ആയിരിക്കും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പാലം ആമയൂർ പാലം കേട്ടോ. ഇതാണ് ആമയൂർ പാലം. അതിന്റെ ബോർഡ് അവിടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത്ര ആമയൂർ പാലം എന്നൊക്കെ വിളിക്കണേ? എന്തെങ്കിലും സ്റ്റോറി ഉണ്ടാവും. ഫോണറ്റിക്സ്, യെസ്. കോണ്ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ലേ ചില ഒബ്ജക്റ്റും പേര് നമ്മൾ ബന്ധമൊന്നുമില്ല. ഇപ്പൊ ആനയ്ക്ക് ആന അല്ലെങ്കിൽ എലിഫന്റിന്റെ പേര് വരാൻ കാരണം എന്താ? അതിന് പ്രത്യേകിച്ച് അതിന് വലിയ മീനിങ് ഒന്നുമില്ല. ഒബ്ജക്റ്റും പേരും തമ്മിൽ ഒന്നുമില്ല. പിന്നെ കാലങ്ങൾ കൊണ്ട് മനുഷ്യന്മാർ വിളിച്ചു തന്നിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊപ്പം വളാഞ്ചേരി റോഡിലൂടെയാണ്. നമ്മൾ തലശ്ശേരി ഏതാണ്ട് ഒരു 6:15 എത്തുമായിരിക്കും. 6:13 എന്നാണ് മാപ്പ് കാണിക്കുന്നത്. 6:15 എത്തുമായിരിക്കും. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വർക്ക് പ്രോഗ്രഷൻ. നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ ഹൈവേ കയറിയിട്ടുണ്ട്. പക്ഷെ ഇത് എവിടെ നിന്നൊക്കെയോ സ്പ്ലിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ ഹൈവേ കയറി പോകാന്നുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ നമ്മൾ കയറി മാപ്പ് നോക്കി വന്നപ്പോൾ ഏതൊക്കെയോ വഴിയിലൂടെയൊക്കെ കൊണ്ടുപോയി. അവസാനം സ്ഥലം എത്തി. പക്ഷെ എത്തിയപ്പോൾ ഒരു 1.5 മണിക്കൂർ, 2.5 മണിക്കൂർ കൂടുതൽ കയറി. ഇതിപ്പോൾ മാപ്പിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഏതാണ്ടൊരു 3.5 മണിക്കൂർ കൊണ്ട് എത്തുന്നൊക്കെ. അന്ന് ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണിച്ചത്. പക്ഷെ സമയം കൂടി പറഞ്ഞാൽ അല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഹൈവേയിലൂടെ പോവാണ്. നല്ല പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡാട്ടോ. ഇപ്പം നമ്മൾ NH തന്നെയാണുള്ളത്, NH 66. പിരിവൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ അവിടെ അതിൻ്റെ ഉള്ള സെറ്റപ്പൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും തുടങ്ങാന്നുള്ള മൂടാ. യെസ്, നമ്മൾ മുന്നിലുള്ളത് തിരൂർ വാളാഞ്ചേരി കരേക്കാട് എന്ന് പറഞ്ഞ സ്ഥലം. ആ കരേക്കാടും ഒന്നാ അതിനെയാണോ അത്? കാരക്കാട് കോളനി. നമ്മൾ മറ്റേ മുല്ല ഫിലിമില് ലാൽ ജോസിന്റെ പടത്തിൽ പറയണില്ലേ, ഷൊർണൂർ എത്തുന്നതിന് മുമ്പുള്ള കാരക്കാട് കോളനി. നമ്മൾ ആ സ്റ്റേഷൻ എത്തുന്നതിന് ഷൊർണൂർ സ്റ്റേഷനിലേക്ക്. ഇത് പക്ഷെ എനിക്കൊന്ന് വേറെയാണ്. ഇത് കരേക്കാടാണ്. നമ്മൾ മറ്റേത് കാരക്കാടാണ്. ഇതല്ലേ ടോളിന്റെ ബിൽഡിങ്? ടോളായിരിക്കും. ഇവിടൊക്കെ ആയിരിക്കും വരിക. 4-5 ഓപ്ഷൻസ് കാണുന്നുണ്ട്. കാടാമ്പുഴ ക്ഷേത്രയുടെ അടുത്തെന്ന് തോന്നുന്നല്ലോ. ബോർഡ് കണ്ടു. ആണോ? നീ അവിടെ കാടാമ്പുഴ ക്ഷേത്രം എന്നിട്ട് ടേണിങ് നേരത്തെയും കണ്ടു. ഇത്ര കിലോമീറ്റർ അകലെയാണ്. ജസ്റ്റ് ഒരു ഇളനീര് കുടിച്ചിട്ട് പോവാന്ന് വിചാരിക്കണോ. ആദ്യമായിട്ടാട്ടോ പൊരിക്കടികൾ എന്ന് പേരെഴുതി കാണുന്ന പൊരിക്കടികൾ. ചായക്കടി, എണ്ണക്കടി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സ്നാക്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. പൊരിക്കടികൾ എന്ന് ആദ്യമായിട്ടാ. നമ്മളെ നാഷണൽ ഹൈവേയുടെ സൈഡിൽ കൂടെ ഉള്ള ഒരു റോഡിൽ കൂടെ അല്ലേ പോണേ? ഇതിപ്പോ കയറാൻ പറ്റുമോ ഹൈവേയിലേക്ക്? എന്ന് പറഞ്ഞ സ്ഥലം ഇടരിക്കോടോ? അങ്ങനെ ഒരു സ്ഥലം കഴിഞ്ഞിട്ടോ. അറിയാത്തോണ്ടാണേ. പല ഭാഗങ്ങളും കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ചില ഏരിയയിൽ പോക്കറ്റ് റോഡ് വഴിയൊക്കെ റീഡാക്കി വിട്ടേക്കാം. കംപ്ലീറ്റ് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് എത്താൻ പറ്റും. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സമയം എടുക്കും. 2026-28 ഒക്കെ എടുക്കും. 30 ആയാലേ ഉള്ളൂ. നേരത്തെ ഒന്നും സംഭവിക്കില്ല.
ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലത്തെ റോഡായിരിക്കും നാഷണൽ ഹൈവേ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ മുതലാ അത്രയും ദൂരം നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ വരുന്നത് ഷൊർണൂരിൽ നിന്നാണ്, തലശ്ശേരി വരെയുള്ള ഒരു യാത്രയാണ്. സോ അത്രയും ദൂരം നമ്മൾ സ്ട്രെയിറ്റ് ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പരിപാടി അടിപൊളിയായിരിക്കും കേട്ടോ. നാഷണൽ ഹൈവേയുടെ വേറൊരു റോഡാണ് അല്ലേ? നമ്മൾ കയറിയോ അതോ താഴെയല്ലേ ഉള്ളത്? ഇതെന്താ അവരെങ്ങനെ കുത്തിരിക്കണ പോലെ, പുറത്തേക്ക് തള്ളിരിക്കണ പോലെ? അതവിടെ ഇത്രയും തുറന്നെടുത്തിട്ടുണ്ടല്ലോ ട്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ആ ഹോൾസ് കൂടെ സിമെന്റ് മിക്സും അതുപോലെ തിൻ കമ്പികളും കയറ്റിയിട്ടുണ്ടാവും. അത് റൂട്ട് പോലെ മണ്ണിനെ പിടിച്ചു കൊടുക്കും. അവിടെ നിന്ന് മണ്ണ് ഇടിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസം അത്. നമ്മൾ കേട്ടില്ലേ പല ഹൈവേയുടെ ഇടയിൽ സൈഡ് ഇടിഞ്ഞു പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡാണ്. പണ്ട് മുതലേ ഉണ്ടോ അങ്ങനെ? അത് ഇപ്പോ പണ്ട് പുറം രാജ്യങ്ങളൊക്കെ ചെയ്യുന്നു. നമ്മളിപ്പോ ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ മെത്തേഡ് തന്നെ ഈ മൂന്നാർ റോഡുകളിലൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കും. അത് കുറച്ച് ഉള്ളിലേക്ക് ഉണ്ടാവും. അപ്പൊ അത് റൂട്ട് പോലെ വർക്കായിട്ട് മണ്ണിന് സ്ട്രെങ്ത് കൊടുക്കും. അപ്പൊ ഇത്രയും ഭാഗത്തേക്കുള്ള ലോഡ് ഉണ്ടാവില്ല, ഇടിയൂല. നമ്മളിപ്പോ ഹൈവേ കയറി അതിങ്ങനെ എന്താ പറയുക, ആക്ച്വലി ഇത് ഹൈവേ പല സ്ഥലത്തും വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് അവര് ചില സ്ഥലത്ത് റീഡയറക്ട് റോഡിലൂടെ ഉണ്ട്. ഇത് ഹൈവേ ആണ്. എന്തായാലും ടോളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഫുൾ വർക്ക് വിളിക്കട നേരത്തെ കണ്ട ടോളില്ലേ, എന്തായാലും സ്റ്റാർട്ട് ആവും. എന്തത്? കംപ്ലീറ്റ് പണി നടക്കുന്ന പരിപാടി. In 600 meters, keep right. ആ ഹൈറ്റ് നിന്ന് കാണുമ്പോൾ ഭയങ്കര വേറെ എന്തോ ചെയ്യണമല്ലേ. കാക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അത്. ഇവിടെയുള്ള ഹൈവേന്റെ പണിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. കാര്യമായിട്ട് നടക്കുന്നുണ്ട്, എന്നാ പകുതി ഇങ്ങനെ നടക്കാത്ത പോലെ ഇരിക്കണുണ്ട്. സ്പീഡ് ലിമിറ്റിന്റെ ഒക്കെ ബോർഡ് ഇവിടെ ഒക്കെ കാണാനുണ്ട്. ഇനി ഒന്നിന്ന് തുടങ്ങണവര് എല്ലാം, ഈവൻ ബോർഡ് പോലും ഒന്നിന്ന് തുടങ്ങി മാറ്റി പണിയാണ് അല്ലേ. വീണ്ടും നമ്മളൊരു ഡൈവേർഷൻ എടുത്തേക്കാണ്. ഈ സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെന്ന് വിചാരിക്കുന്നു. ഇനി ഏകദേശം ഒരു 2.5 മണിക്കൂറാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു 88 കിലോമീറ്റർ ആണ് നമുക്ക് ഇനി ഉള്ളത്. ഹലോ ഗൈസ്, ഇനി ഒരു 14 കിലോമീറ്റർ നമ്മൾ ഈ നാഷണൽ ഹൈവേയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഈ റോഡ് വരുന്ന എവിടെയാന്ന് വെച്ചാൽ അഴിഞ്ഞമ്പലം അല്ലേ, അഴിഞ്ഞമ്പലം അല്ല കേട്ടോ, അഴിഞ്ഞിലമാണ്. ഞാൻ പെട്ടെന്ന് വായിച്ചപ്പോൾ പോയതാണ്, സോറി. അഴിഞ്ഞിലം എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ നിങ്ങൾക്ക് മാപ്പ് കാണിച്ചു തരാം, കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പം ഇതിൽ അഴിഞ്ഞിലം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഈ ഒരു ഡിഫൻഡർ, വാവ്, നമ്മൾ അഴിഞ്ഞിലം എന്ന് പറഞ്ഞ ഭാഗത്താണുള്ളത്. ഇനി ഒരു 13 കിലോമീറ്റർ നമ്മൾ നാഷണൽ ഹൈവേയിലൂടെ തന്നെയാണ് പോകുന്നത്. നോ ഡൈവേർഷൻസ് ആഹിയ. സമയം ഇപ്പോൾ ഒരു 4 മണിയായിട്ടുണ്ട്. ഒരു 6:30 നമ്മൾ തലശ്ശേരി എത്തുന്നതാണ് ഇപ്പോൾ മാപ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒറിജിനൽ വിഷ്വല്. നമ്മൾ ഗ്ലാസ്സിൽ സ്റ്റെയിൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ക്ലാരിറ്റി കിട്ടാത്ത കേട്ടോ. പൊളി. Continue on Wayanad Road for 800 meters. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ കോഴിക്കോട് സിവിൽ സ്റ്റേഷന്റെ മുന്നിലാണുള്ളത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. മലപ്പുറം കഴിഞ്ഞത് അറിഞ്ഞിട്ടില്ല. 1-2 സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ കൂടുതലും നമ്മൾ കണ്ടേക്കുന്നത് ഹൈവേ ആയിരുന്നു. ഹൈവേയിലെ പണി നടക്കുന്നത് കണ്ടു. കുറേ ദൂരം നമ്മൾ ആലഞ്ചേരി ആയിരുന്നോ ഏതോ ഒരു റോഡ്, അങ്ങനെ ആലഞ്ചേരി അല്ല കേട്ടോ, അത് മറ്റേ ആലഞ്ചേരി തമ്പ്രാക്കൾ കയറി വന്നതാ. അങ്ങനെ ഒരു പേര് നമ്മൾ ഇടയ്ക്ക് മെൻഷൻ ചെയ്തിരുന്നു. എനിക്ക് ഒട്ടും പരിചയമില്ലാത്തതുകൊണ്ടാണ് ഓർമ്മ നിൽക്കാത്തത്. അപ്പം ആ ഒരു റോഡ് നമ്മൾ 10-14 കിലോമീറ്റർ ഡയറക്റ്റ് നമ്മൾ ഹൈവേയിൽ കൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അത് നൈസായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആലോചിച്ചത് കംപ്ലീറ്റ് നമ്മൾ ഷൊർണൂർ ടു തലശ്ശേരിയൊക്കെ നമ്മൾ ഒറ്റ ഹൈവേയിൽ വരികയാണെങ്കിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും. അത്രയും സമയം നമുക്ക് ലാഭിക്കാം. പക്ഷെ ഇത്രയും നേരം വന്നിട്ടും ഒരു ടയർഡ്നെസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇളനീരിൻ്റെ ഒരു പങ്ക് അതിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ കോഴിക്കോട് ബാലുശ്ശേരി റോഡ് കയറിയേക്കായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അർജൻറ്റാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ, നമ്മൾ ചാവി വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ചാവി അവിടെ ഉണ്ടായിരുന്നു. ലേഡീസ് ടോയ്ലറ്റ് പൂട്ടിയിട്ടേക്കാണ്. സോ ലെറ്റ്സ് മൂവ്. ഹലോ ഗൈസ്, യൂറിൻ പാസ് ചെയ്തതിന് ശേഷം ഞാൻ വന്നിരിക്കുകയാണ്. ഇത് കോഴിക്കോട് ബാലുശ്ശേരി റോഡിലുള്ള ഒരു പെട്രോൾ പമ്പാണ്. നോർമലി നമ്മൾ പെട്രോൾ പമ്പുകളിൽ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ഓപ്പൺ ആയിരിക്കും, അല്ലെങ്കിൽ അത് ലോക്കും കീയും ഒക്കെ ഉപയോഗിച്ച് അവർ പൂട്ടി വെച്ച് കീ ഓഫീസിൽ വയ്ക്കുകയൊക്കെയാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്തൊരു പെട്രോൾ പമ്പാണ് കേട്ടോ ഇത്. ഞാൻ ലോക്ക് പോയിട്ട് ഓഫീസിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അത്രയും വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെച്ച് ലോക്കൊക്കെ ഇട്ട് പൂട്ടി വെച്ചേക്കുന്ന ഒരു ബാത്റൂമിൽ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ഒന്നും പ്രതീക്ഷിക്കരുത്. ഫ്ലോറൊക്കെ ഭയങ്കര വൃത്തികേടായിരുന്നു.
ക്ലോസറ്റിൽ ബാഡ് സ്മെല്ലായിരുന്നു. നമ്മൾ യൂറിൻ പാസ് ചെയ്തതിനു ശേഷം യൂസ് ചെയ്യുന്ന പൈപ്പ് ഭയങ്കര ബോറായിരുന്നു. അത് ബോറ് മീൻസ് പൊട്ടിപ്പൊളിഞ്ഞ രീതിയിൽ അതിന്റെ പകുതി ഭാഗമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ ഡോറിന്റെ ലോക്ക് തന്നെ, ഫ്രണ്ട് ലോക്ക് തന്നെ, ഡോറിന്റെ ഫിക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു അടയ്ക്കുന്ന ഭാഗം തന്നെ പൊട്ടിപ്പൊളിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. സോ യാത്രകളിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു യൂറിൻ പാസ് ചെയ്യുക, ടോയ്ലറ്റ് സൗകര്യം ഇല്ലാതിരിക്കുക എന്നുള്ളത്. ചില പെട്രോൾ പമ്പുകളിൽ വളരെ വൃത്തിയായിട്ട് ബാത്റൂം കൊണ്ടു നടക്കുന്ന കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. എന്നാൽ ഇത്തരത്തിലുള്ള ബാത്റൂമുകൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. പിന്നെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. സ്ത്രീകൾക്ക് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വളരെ രീതിയിൽ രോഗങ്ങൾ വരാത്ത രീതിയിലും അണുക്കൾ നമ്മളിലേക്ക് പ്രവേശിക്കാത്ത രീതിയിലും ഒക്കെ അത് ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ കണ്ണൂർ റോഡ് കയറിയില്ലേ, ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയാണ്. ഇവിടെ നിർത്തി കഴിക്കുക. ചേച്ചിയുടെ അടുത്ത് ഗൂഗിൾ പേ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറയാം, എന്തെന്നാണപ്പാ ഗൂഗിൾ പേ ഒന്നും ഇല്ലാണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയാം. ഒരു കണ്ണൂർ സ്ലാങ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ നൈസ്. അത് റോഡ് ഭയങ്കര മോശമാണ്. ഹൈവേ കൂടെ ഞങ്ങൾ വന്നാണ്. ഇതിലൂടെ കയറി ഇറങ്ങിയാൽ തലശ്ശേരി എത്താന്ന് അവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. കേട്ടോ ഓഫ് റോഡ് വണ്ടിയുടെ റിസൾട്ട് നമുക്ക് ഇന്ന് അറിയാൻ പറ്റും. നെക്സോൺ ഇതാ നമ്മുടെ ഹൈവേയിൽ പണി നടക്കുന്ന ആ വഴിയിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നോയ്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതവിടെ വണ്ടി മൊത്തം ചളിഞ്ഞ് ആക്സിഡന്റ് അടിച്ചിട്ട് നോക്കിയേ. സീൻ ഗൈസ്, പുട്ട് പോലെ കയറി പോകുന്നുണ്ട് ഗൈസ്. ഇതാണ്, ഇങ്ങനെയാണ് റൂട്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് ജർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഈ വിഷ്വൽ കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടാറ്. ഇതാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. കിയ വരുന്നുണ്ട്, കിയ SUV. അത്യാവശ്യം ഗ്രൗണ്ട് ഉള്ളൊരു വണ്ടിക്ക് കയറി പോകുന്നതേ ഉള്ളൂ. വലിയ വിഷയങ്ങളില്ല. ഗ്രൗണ്ട് ഇല്ലെങ്കിലാണ് നമുക്ക് വിഷയം വരുന്നത്. മിനി SUV ആണ്. അടുത്തൊരു വാഗണർ വരുന്നുണ്ട്, പുതിയ വാഗണറൊക്കെ കയറുന്നുണ്ടല്ലേ? വാഗണറും കുഴപ്പമില്ല. അത്രയ്ക്ക് ഓഫറൊന്നുമല്ല അത്. അത്രയ്ക്ക് ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ അത്യാവശ്യം നല്ലൊരു കാറ് പോലത്തെ അവസ്ഥയിലേക്ക് അത്രയ്ക്ക് ഓഫറല്ല. ഞാൻ പറഞ്ഞില്ലേ, നോക്കി ഇങ്ങനെയുള്ള സെറ്റപ്പ് ഇല്ലേ, ഇവരിപ്പോ കാർവിൽ എടുത്തേക്കല്ലേ, ഇവിടുന്ന് ഇത് ഇങ്ങോട്ട് തള്ളാണ്ടിരിക്കാൻ വേണ്ടിയാണ് ആ മെത്തേഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ അവസ്ഥ. ഇത് തള്ളി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചെറിയൊരു തള്ളിച്ച പോലെ കമ്പി വെച്ച് ചെയ്തേക്കണം അല്ലേ? ക്രെയിനൊക്കെ ഇരിക്കുന്നുണ്ട്. In 500 meters, turn left onto Kollam, Mepayur Road. കൊല്ലം മേപ്പയൂർ റോഡാണിത്. വഴി തീർന്നോ ഗൈസ്? നോ. പക്ഷെ ഇവിടെ എന്താ മൈലേജിന്റെ അവസ്ഥ? എന്തെങ്കിലും വളരെ ശോകമായിരിക്കും. വളരെ ശോകമായി. നമ്മൾ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും ആണ് എൻഗേജ് ചെയ്യുന്നത്. ഈ ലെഫ്റ്റ് ഏത് ലെഫ്റ്റ്? താഴെ കൂടെ അല്ലേ? കിലോമീറ്റർ നമുക്ക് കൂടുതൽ ഓടിയിട്ടൊന്നുമില്ല. Head southwest towards Kollam, Mepayur Road. ജർക്കാണ് ഗൈസ്, ജർക്ക് ബസ് അങ്ങടല്ലേ? ആ വഴി വന്നാൽ ഈ വഴി ഒന്ന് കയറുന്നു കൊയിലാണ്ടി കൊല്ലം. ഇല്ല, അത് മൂപ്പര് നേരത്തെ പറഞ്ഞല്ലോ, അത് കൊല്ലല്ല, കൊയിലാണ്ടി കൊല്ലം എന്ന് പ്രത്യേകം പറഞ്ഞു. ഈ റോഡ് കയറാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ റോഡ് കയറിയിട്ട് നേരെ കൊല്ലത്തേക്ക് എത്തും. കൊല്ലത്തുനിന്ന് റൈറ്റ് അല്ലേ? കൊല്ലത്തുനിന്ന് റൈറ്റേക്കാണ് പറഞ്ഞേക്കുന്നത്. മാപ്പ് ഇങ്ങനെ യെസ്, നമ്മളിപ്പോ നാഷണൽ ഹൈവേയിൽ കയറും. കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ടൈം ആയിരുന്നല്ലോ. ഇത്തവണ മാപ്പ് കാണിച്ച വഴി നല്ലായിരുന്നു അല്ലേ ഗൈസ്? നമ്മള് ഇനിയിപ്പോ ഒരു 7:32 ആവും. നമ്മൾ ഇറങ്ങിയത് ഒരു 1:30 അല്ലേ? 1:30 ഒരു 6 മണിക്കൂർ എങ്ങനെ പോയാലും പിടിക്കുന്നുണ്ട്. ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് പോവും. ഇവിടെയൊക്കെ പിന്നെ കൊല്ലം എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ നിങ്ങള്? ഈ കൊല്ലം ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. Continue on National Highway 66 for 5 kilometers. Okay. വേറൊരു വണ്ടി ഇതേ പിന്നില് സെയിം ഒരു ബസ്സാന്ന് തോന്നുന്നില്ല. പിന്നുള്ളത് ഫോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫ്ലാഷ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഞങ്ങൾ എവിടേക്ക് പോകാനാണെന്ന് ഒരു പിടിയില്ല കേട്ടോ. ഞങ്ങളുടെ മുന്നിൽ മറ്റത്തെ KSRTC ഇരിക്കുക. നേരത്തെ 2 ബസ്സുകൾ ഫ്രണ്ടിലുണ്ട്, ബാക്കിൽ ഇതേ വേറൊരു ബസ് ഇരിക്കുന്നുണ്ട്. ഇവരിങ്ങനെ ഫ്ലാഷ് അടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് റോഡ് കാണിച്ചു തരാം കേട്ടോ. റോഡ് ഇതാണോ? ഇതാണ് റോഡ്. ഇല്ല, വെറുതെ അടിച്ചോണ്ടിരിക്കുക. ഒരു വണ്ടി മുന്നിൽ കയറുക. എന്തോ ഒരു വ്യഗ്രത, മലയാളത്തിൽ പറഞ്ഞ വ്യഗ്രത.
ഹലോ ഗൈസ്, നമ്മളിതാ ഏതാണ്ട് ഇനി ഒരു 6 കിലോമീറ്റർ, ഒരു 12 മിനിറ്റ് കൊണ്ട് തലശ്ശേരി എത്തും. ഇപ്പോൾ ക്യാൻസർ സെൻറ്റർ റോഡിൻ്റെ അവിടേക്കൊക്കെ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറപ്പെട്ടത് 1 മണിക്കാണ് കേട്ടോ. 1 മണിക്ക് പുറപ്പെട്ടിട്ട് നമ്മളിപ്പോൾ എത്തുന്നത് 7:30-ക്കാണ്. ആപ്പിൽ കാണിച്ചുകൊണ്ടിരുന്നത് 5 മണിക്കൂർ എന്നാണ്. നിങ്ങൾക്ക് ബോർഡ് ഇവിടെ കാണാൻ പറ്റും. യെസ്, മാഹി, ചൊക്ലി എന്നൊക്കെയുള്ള ബോർഡുകളാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മാപ്പിൽ കാണിച്ച 5 മണിക്കൂർ അല്ല, കൂടുതൽ 2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ ഒരു 1 അവർ നമ്മൾ 15 മിനിറ്റ്സ് പലയിടങ്ങളിലായിട്ട് ചെറിയ റിലാക്സേഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും 1 മണിക്കൂർ എക്സ്ട്രാ ആയിരുന്നു. ചെറിയൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈവേ റോഡിൽ പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് സ്ലോ ആക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഷൊർണൂർ ടു തലശ്ശേരി ബൈ റോഡ് വരികയാണെങ്കിൽ മിനിമം നമ്മളൊരു 7 മണിക്കൂറെങ്കിലും കണക്കാക്കേണ്ടതാണ് കേട്ടോ.